നിങ്ങൾ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. കർത്താവിനെ നമ്മളെങ്ങനെ കൈക്കൊണ്ടത്? ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞു. കൂട്ടായ്മയിൽ എങ്ങനെ നടക്കേണ്ടത്? അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വാ കൊണ്ട് ഏറ്റുപറയുക, വചനം വിശ്വസിക്കുക, അത് കൺഫസ് ചെയ്യുക. പ്രശ്നങ്ങളുണ്ടാകാം, ശത്രുക്കൾ വരാം, പ്രതികൂലങ്ങളുണ്ടാകാം, ജീവിത പടകിൻ്റെ നേരെ കാറും കോളും ഉണ്ടാകാം, തിരമാലകൾ ഉയരാം. പക്ഷെ കർത്താവ് പറയും, നിങ്ങൾ അല്പവിശ്വാസികളാകരുത്, വിശ്വാസത്തോടെ നിങ്ങൾ കൽപ്പിക്കുക. ഏറ്റവും രസകരമായ കാര്യം എന്താണ്? കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൽ. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡെന്നല്ലേ. മേലുദ്യോഗസ്ഥൻ കൂട്ടുകാരനായി വരുമെന്ന്. ശലോമോൻ എല്ലാവർക്കും രാജാവായിരുന്നു. അവന് പ്രഭുക്കന്മാരുണ്ടായിരുന്നു, ദാസന്മാരുണ്ടായിരുന്നു. ഒരാളെ ഉള്ള സ്നേഹിതൻ, നാഥാൻ പ്രവാചകൻ്റെ മകൻ സാബൂത്. മറ്റുള്ളവരോട് പറയുന്ന കണക്കാണോ ഇവനോട് പറയുന്നത്? എല്ലാ പേഴ്സണൽ കാര്യങ്ങളും പറയുന്ന സ്വകാര്യ സംഭാഷണത്തിന് രാജാവിന് ഒരാളുണ്ടായിരുന്നു, സ്നേഹിതൻ. ഇവിടെ രാജാവാണ്, സർവ്വഭൂമിയുടെയും കർത്താവാണ് യേശു കർത്താവ്. അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് തരാമെന്ന്, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കാൻ, കൂട്ടുകാരനായി നടക്കാൻ. വേറെ കൂട്ട് തേടി പോകണ്ട, ആരുമില്ല എന്ന് പറയണ്ട. എനിക്ക് ആരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, ഫ്രണ്ട്ഷിപ്പില്ല, ഫോളോ ചെയ്യാൻ ആരുമില്ല. വേണ്ട. സ്നേഹമുള്ളൊരു സ്നേഹിതൻ, നിനക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യുന്നൊരു സ്നേഹിതൻ, ഇമ്പമായി സംസാരിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ധനവാനായ, ശക്തനായ, അപ്പോൾ തന്നെ ആർദ്രതയുള്ള മനസ്സലിവുള്ളൊരു സ്നേഹിതൻ, അവൻ നിനക്ക് കൂട്ടുവരും.